ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഡിന്നറിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുമ്പോഴാണ് ഈ ഒരു ഫേസ് ഇങ്ങനെ ആക്കിയതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചത്. യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കൺസീലർ മാത്രമേ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ബേസ് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസീലർ ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് ഇത് ബ്ലെൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ തന്നെ നമ്മളുടെ ഡെയിലി വെയറിന് പറ്റുന്ന ഒരു കൺസീലറാണ്. ഇതെൻ്റെ 31st ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, അപ്പോൾ 25 എബോ ഉള്ള ആൾക്കാർക്ക്, എബൌട്ട് 25 അല്ലെങ്കിൽ 30സിലുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഞാൻ സെറ്റിംഗ് പൗഡർ, ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, കെ ബ്യൂട്ടിയുടെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും, ബിക്കോസ് എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലിയാണ്. പിന്നെ ഈയിടെയായിട്ട് ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ് ഐബ്രോ പെൻസിൽ നല്ലൊരെണ്ണം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നാച്ചുറലായിട്ട് ഐബ്രോസ് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഞാനത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം ഷെയ്ഡ്. അപ്പോൾ ഞാനിത് ഇതേപോലെ എൻഡ്സിൽ നന്നായിട്ട് വരച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളുടെ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വളരെ മൈൽഡായിട്ടേ വരച്ചു കൊടുക്കാറുള്ളൂ. അതും പ്രത്യേകിച്ചും ആ ഒരു താഴെ ഭാഗത്താണ് വരച്ചു കൊടുക്കാറ്. എന്നിട്ട് നല്ല സ്പൂളി വെച്ച് നല്ലപോലെ ബ്രഷ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ. ഐലൈനർ ഞാൻ എപ്പോഴും ആസ് യൂഷ്വൽ വിങ്ഡ് ഐലൈനർ, അതും ഔട്ടർ കോർണറിൽ മാത്രം. ഞാനത് ഇന്നർ കോർണറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാറില്ല. ബിക്കോസ് ഐസ് ഭയങ്കരമായിട്ട് വലുതായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടർ കോർണറിലായിരിക്കണം വിങ്സ് വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറേ ഇല്ല, സ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോവുകയാണെങ്കിൽ. ബിക്കോസ് ഐസ് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് തോന്നണമെങ്കിൽ ഇതുപോലെ ഐലാഷ് കേൾ ചെയ്തിട്ട് വേണം മസ്കാര അപ്ലൈ ചെയ്യാനും. അതുപോലെ തന്നെ ഐലൈനർ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മസ്കാര അപ്ലൈ ചെയ്താൽ തന്നെ ഐസ് കുറച്ച് ഓപ്പൺ ആയിട്ട് കിട്ടും. പ്രത്യേകിച്ചും ഹൂഡഡ് ആയിട്ടുള്ള ഐസ് ഉള്ള, അതായത് എന്നെപ്പോലെ കുഴിഞ്ഞ കണ്ണുള്ള ആൾക്കാർക്ക് മസ്കാര അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നെക്സ്റ്റ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്. ലിപ്സ്റ്റിക് ഇടാതെ പുറത്തു പോകുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഈ ഇടയായിട്ട് ലിപ്പ് ലൈനർ വരച്ചതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്തോ എല്ലാ ഷെയ്ഡും ഫേസിന് മാച്ച് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മേ ബി ബിക്കോസ് ഓഫ് ദിസ് ലിപ്പ് ലൈനർ. അത് അത്രയും ബ്യൂട്ടിഫുള്ളാണ് ആ ഷെയ്ഡ്. അതേപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഓ മൈ ഗോഡ്, എൻ്റെ കറണ്ട് ഒബ്സഷനാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഒരു ടെറാക്കോട്ട പീച്ചി ബ്രൗൺ കൈൻഡ് ഓഫ് എ ഷെയ്ഡാണ്. ആൻഡ് നമ്മുടെ പോലത്തെ ഇന്ത്യൻ സ്കിൻ ടോണിന് അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ടെറാക്കോട്ട ഷെയ്ഡ് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ 31st ബർത്ത്ഡേ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഹെയർ ബോട്ടോക്സ് ചെയ്തതുകൊണ്ട് ഹെയർ ഡു ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 31st ബർത്ത്ഡേ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.